അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കുട്ടികളെ, ഫിഖ്ഹിലെ അവസാനത്തെ പാഠം 11ാമത്തെ പാഠം. ഈ പരീക്ഷയ്ക്ക് 11 പാഠങ്ങളുള്ളത്. ആ 11ാമത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫിഖ്ഹ് നമ്മൾ ഒന്നിച്ചൊരു വീഡിയോയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഓരോ പാഠങ്ങളുടെയും റിവിഷൻ കിട്ടാൻ നിങ്ങൾ യൂട്യൂബിൽ പോയി സി മദ്രസ ട്യൂഷൻ ക്ലാസ് 4 ഫിഖ്ഹ് പാഠം 11, പാഠം 10, പാഠം 9 ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാഠത്തിൻ്റെ റിവിഷൻ കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനത്തെ 11ാമത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അർക്കാനുസ് സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 നിന്ന് 4 നമ്മൾ നേരത്തെ പഠിച്ചു. നമുക്കൊന്നും കൂടി ആലോചിക്കാം, ഒന്നുകൂടി നമുക്ക് ഓർത്തെടുക്കാം. നിസ്കാരത്തിൻ്റെ നേരത്തെ പഠിച്ച ഫർളുകൾ: 1 നിയ്യത്ത്, കരുതൽ; 2 നിയ്യത്തോടു കൂടി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക; അത് കഴിഞ്ഞ് 3 അൽ ഖിയാം; 4 ഫാത്തിഹ ഓതൽ. ഇനി 5ാമത്തെ നമ്മൾ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ റുക്കൂ ചെയ്യലാണ്. അപ്പോൾ സംശയമുണ്ട്, സൂറത്ത് ഓതണ്ടേന്ന്. സൂറത്ത് ഓതൽ സുന്നത്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സൂറത്ത് ഓരോ റക്കായത്തുകളിലും പിന്നെ ആദ്യത്തെ 2 റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതൽ എന്താണ്? സുന്നത്താണ്, എന്തല്ല, ഫർള് അല്ല. അപ്പോൾ നമ്മളിവിടെ റുക്കൂ ചെയ്യലാണ് പഠിക്കാൻ പോകുന്നത്. ഈ റുക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഉള്ളൻ കൈകൾ. എന്താ ഉള്ളൻ കൈ പറഞ്ഞാൽ? ഇത് 2 ഉള്ളൻ കൈകൾ 2 കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് റുക്കൂ. അപ്പോൾ മുട്ടിലേക്ക് എത്തും വിധം കുനിയണം, അപ്പോഴെന്താകുള്ളൂ? റുക്കൂ ആകുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഖ്ഹിൻ്റെ പരീക്ഷയിൽ ചോദ്യപേപ്പറിൻ്റെ അവസാനം കുറച്ച് ചോദ്യങ്ങളുണ്ടാവും. ഒരു 3 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദ്യം, അല്ലെങ്കിൽ വലിയ മാർക്കിനുള്ള ചോദ്യം ഉണ്ടാവും. അവിടെ വിശദീകരിക്കാനാ ചോദ്യം ഉണ്ടാവും, വിശദീകരണ ചോദ്യങ്ങൾ. കഴിഞ്ഞ കാക്കൊല്ല പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ വരുന്ന ഒരു ചോദ്യമാണ് റുക്കൂ എന്നാൽ എന്ത്? അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്? 2 ഉള്ളൻ കൈകൾ 2 കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് റുക്കൂ. പഠിച്ചല്ലോ. ഇനി കുനിയൽ മറ്റു ഉദ്ദേശത്തിന് ആവാതിരിക്കൽ നിർബന്ധമാണ്. തെറ്റ് തിരുത്താൻ വരും ഒരു പക്ഷേ ഇത്. അതായത് മറ്റു അവിടെ താഴെ ഒരു പേന വീണ പേന എടുക്കാൻ വേണ്ടിയിട്ട് കുനിയുക. അപ്പോൾ പിന്നെ കുനിഞ്ഞപ്പോൾ നമ്മളത് കൊണ്ട് റുക്കുവും ഉദ്ദേശിച്ചു. അങ്ങനെ പറ്റൂല. വേറൊരാവശ്യത്തിന് വേണ്ടി കുനിഞ്ഞത് റുക്കുവായിട്ട് കണക്കാക്കാൻ പറ്റൂല. അതാ പറയുന്നത്, കുനിയൽ മറ്റു ഉദ്ദേശത്തിന് ആവാതിരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ തെറ്റിതിരുത്താൻ വന്നു. ഇങ്ങനെ കുനിയൽ മറ്റു ഉദ്ദേശത്തിന് ആവൽ നിർബന്ധമാണ്. ശരിയാണോ? അല്ല, ആവാതിരിക്കൽ നിർബന്ധമാണ്, മറ്റുദ്ദേശത്തിന് ആവാൻ പാടില്ല. അടുത്തത്, ഇരുന്ന് നിസ്കരിക്കുന്നവൻ കാൽമുട്ടിൻ്റെ അപ്പുറത്തേക്ക് നെറ്റി നേരിടുന്ന രീതിയിൽ കുനിയണം. അതായത് ഇരുന്നാണ് ഒരാൾ നിസ്കരിക്കുന്നത്. അപ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഇത് ഇയാളുടെ കാൽമുട്ടാണ് സങ്കല്പിക്കുക. അപ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്ന ആൾ അയാളുടെ കാൽമുട്ട് ഇങ്ങനെ അത്തഹിയാത്തിലിരിക്കുന്ന പോലെ ഒരാൾ ഇരുന്ന് നിസ്കരിക്കുന്നു. അപ്പോൾ അയാൾ എന്താ ചെയ്യേണ്ടത്? റുക്കോയിലേക്ക് പോകണമെങ്കിൽ അയാൾ റുക്കോയിലേക്ക് പോകണം, കാൽമുട്ടിൻ്റെ അപ്പുറത്തേക്ക് നെറ്റി നേരിടണം. അപ്പോൾ കാൽമുട്ട് എവിടെയാണോ വരുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണം? നെറ്റി എത്തിക്കണം. അപ്പോഴേ എന്താകുള്ളൂ? ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കൂ ആവുകയുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇവൻ്റെ തല ഇവിടെയാണ് സങ്കല്പിക്കുക. അപ്പോൾ ഇത് കാൽമുട്ടാണ്, മുട്ടുംകാലാണിത്. അപ്പോൾ ഇവൻ്റെ തല എൻ്റെ നഖമാണ് ഈ തല സങ്കല്പിക്കുക. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് കുനിയണം. ഇപ്പം എന്താ? ഇവൻ്റെ ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കുവായി. അപ്പോൾ ചോദ്യം ഇതാണ്, ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കൂ എങ്ങനെ? കാൽമുട്ടിൻ്റെ അപ്പുറത്തേക്ക് നെറ്റി നേരിടുന്ന രീതിയിൽ കുനിയ. അപ്പോൾ നെറ്റി നേരിടുന്ന രീതിയിൽ കുനിയ വേണ്ടിയത്. അപ്പോൾ റുക്കൂ എന്താണെന്ന് പഠിച്ചു, റുക്കൂയിൽ നിർബന്ധമായ കാര്യം എന്താണെന്ന് പഠിച്ചു, ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കൂ എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി റുക്കൂയിൽ സുന്നത്തായ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. മുതുകും പിരടിയും സമമാക്കുക. അപ്പോൾ മുതുക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോൾ ഒരാളുടെ തലയാണെങ്കിൽ അയാളുടെ മുതുക് എന്ന് പറഞ്ഞാൽ ഇത് ഒരാൾ റുക്കൂ ചെയ്യാണ് സങ്കല്പിക്കുക. ഇതാണ് റുക്കൂ. ഇങ്ങനെ റുക്കൂ ചെയ്യുന്നത് കാണുന്നില്ലേ? അപ്പോൾ ഇത് ഇയാളുടെ തല ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ തല നിൽക്കുന്ന ഈ ഭാഗത്തിനാണ് എന്താ പറയുക? മുതുക്. നമ്മളെ കഴുത്തിൻ്റെ പിന്നാമ്പുറം, ഇതാണ് മുതുക്. മനസ്സിലായോ? അപ്പോൾ മുതുകും പിന്നെ പിരടി എന്ന് പറഞ്ഞാൽ ഈ ഷോൾഡർ അടക്കമുള്ള ഈ സ്ഥലം. അപ്പോൾ ഈ മുതുകും പിരടിയും എന്താവണം സമമാണ്. മുതുക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പുറം ഭാഗം എന്ന് പറയില്ലേ, അപ്പോൾ മുതുകും പിരടി എന്ന് പറഞ്ഞാൽ മൊത്തം ഈ പുറം ഭാഗം മൊത്തം എന്തായിരിക്കണം? സമമാക്കുക. അതൊരു സുന്നത്താണ്.
അപ്പോൾ നമ്മൾ റുക്കൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പലക പോലെ ഇങ്ങനെ ഉണ്ടാവണം. അപ്പോൾ എന്തായി, മുതുകും പിരടിയും സമമായി. അപ്പോൾ റുക്കോയിൽ ഒന്നാമത്തെ സുന്നത്ത് എന്താണ്, മുതുകും പിരടിയും സമമാക്കുക. 2 മുൻകൈ കൊണ്ട് കാൽ മുട്ടിൻ പിടിക്കുക. നമ്മൾ പറഞ്ഞു 2 മുൻകൈൻ്റെ ഉള്ളം കൈ എവിടേക്ക് എത്തണം, മുട്ടുംകാലിലേക്ക് എത്തണം. അപ്പോൾ ആ മുൻകൈ കൊണ്ട് കാല് പിടിക്കൽ എന്താണ്, സുന്നത്താണ്. മുൻകൈ കൊണ്ട് കാൽ മുട്ട് പിടിക്കുക സുന്നത്താണ്. റുക്കോയിലും സുജൂദിലും പുരുഷൻ കൈമുട്ടുകൾ അവൻ്റെ 2 ഭാഗത്ത് വിട്ടും പള്ള തുടയെ വിട്ടും അകറ്റുകയും സ്ത്രീകൾ ചേർത്തി വെക്കുകയും ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ആണുങ്ങളാണ് റുക്കൂ ചെയ്യുന്നതെങ്കിൽ റുക്കൂയിലും സുജൂദിലും പുരുഷന്മാരെന്ത് ചെയ്യണം, കൈകൾ ഇങ്ങനെ അകറ്റി വെക്കണം, അകറ്റിയിട്ടാണ് വെക്കേണ്ടത്. എന്നാൽ സ്ത്രീകളോ നല്ലോണം ചേർത്തിട്ട് വെക്കണം. അതാ പറയണത്. റുക്കൂയിലും സുജൂദിലും പുരുഷൻ കൈമുട്ടുകൾ അവൻ്റെ 2 ഭാഗത്തേക്ക് വിട്ടും അതുപോലെ പള്ള, നമ്മൾ റുക്കൂയിൽ നിൽക്കുന്ന സമയത്തും സുജൂദിൽ നിൽക്കുന്ന സമയത്തും പള്ള എന്ത് ചെയ്യണം, തുടയെ വിട്ടുകൊണ്ട്. സുജൂദിലാകുന്ന സമയത്ത് നമ്മൾ നല്ലോണം കുനിയുമ്പോൾ നമ്മളെ പള്ള എന്ത് ചെയ്യും, നമ്മളെ കാലിൽ തട്ടും അല്ലേ, തുടക്കാലിൽ തട്ടൂലേ, അങ്ങനെ തട്ടാതെ നല്ല അകറ്റി വെക്കണം. വിട്ടും അകറ്റുകയും പിന്നെ സ്ത്രീകളാണെങ്കിലോ ചേർത്ത് വെക്കുകയും ചെയ്യണം. അപ്പോൾ അത് ഇതിൽ നിന്ന് 2 സുന്നത്തോ 3 സുന്നത്തോ നിങ്ങൾ പഠിക്കുക. അടുത്ത് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദി എന്ന് 3 പ്രാവശ്യം ചെയ്തു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പാഠത്തിൽ കുറേ ദിക്റുകൾ പഠിക്കാണ്ട്. ദിക്റുകൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്, പൂരിപ്പിക്കാൻ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ദിക്റുകൾ അറിയുന്നതുണ്ടാവും, എന്നാൽ അറിയാത്ത കുനൂത്ത് പോലത്തെ ഉണ്ടാവും, അത് പഠിക്കും വേണം. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. അപ്പോൾ റുക്കൂയിലെ സുന്നത്തിൽ നിന്നൊരു 3 എണ്ണം എളുപ്പമുള്ളത് പഠിക്കുക. അടുത്ത എഴുത്തിദാൽ എന്നാൽ എന്തെന്നാണ് അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം പഠിക്കാനുള്ളത്. എന്താണ്? റുക്കൂഇൻ്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് എഴുത്തിദാൽ. നമ്മൾ റുക്കൂയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നിന്നിരുന്നു, പിന്നെ റുക്കൂയിലെത്തിയപ്പോൾ ഇങ്ങനായി. ഇനി റുക്കൂവിന് മുമ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരിക, അതിനാണ് എഴുത്തിദാൽ എന്ന് പറയുക. അപ്പം എന്താ പറഞ്ഞത്? റുക്കൂഇൻ്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് എഴുത്തിദാൽ. പഠിച്ചില്ലേ? റുക്കൂഇൻ്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് എഴുത്തിദാൽ. ഇവിടെ നമ്മൾ റുക്കൂ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ എഴുത്തിദാൽ എന്താണ് പഠിക്കണം. അടുത്ത റുക്കൂയിൽ നിന്നുള്ള ഉയരൽ മറ്റു ഉദ്ദേശത്തോടെ ആവരുത്. നേരത്തെ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും. അടുത്തത് എഴുത്തിദാലിൻ്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ്? എഴുത്തിദാലിലേക്ക് ഉയരുമ്പോൾ എന്താ പറയേണ്ടത്? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതോടൊപ്പം 2 കൈകൾ ചുമലുകളുടെ നേരെ ഉയർത്തുക. 2 കൈകൾ എന്ത് ചെയ്യണം? ചുമലുകൾക്ക് നേരെ ഉയർത്തണം. അടുത്ത എഴുത്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാഷിത്ത മിൻ ഷെയ്ൻ ബാദു എന്ന് ചൊല്ലുക. ഈ ദിക്ർ പഠിക്കണം കേട്ടോ. ഏതെങ്കിലും കുട്ടികൾക്ക് കാണാതെ കിട്ടാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിക്കണം, കാരണം അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് സുബൈ നിസ്കാരത്തിലും റമദാനിലെ 2ാം പകുതിയിലെ വിത്ർ നിസ്കാരത്തിലും കുനൂത്ത് ഓതുക. അപ്പോൾ കുനൂത്ത് ഓതണം എപ്പോഴാണ്? സുബഹി നിസ്കാരത്തിൽ. എപ്പോഴാണ്? ഒന്ന് സുബൈ നിസ്കാരത്തിൽ, മറ്റൊന്നോ റമദാനിലെ 2ാം പകുതി. അതായത് റമദാൻ എത്ര ദിവസം ഉണ്ടാവും? 30 ദിവസം. അതിൻ്റെ ഫസ്റ്റ് 15 ദിവസം, പിന്നെ സെക്കൻഡ് 15 ദിവസം. അതാണ് 2ാമത്തെ പകുതി പറഞ്ഞാൽ സെക്കൻഡ് 15 ദിവസം. റമദാനിലെ 2ാം പകുതിയിലെ വിത്ർ നിസ്കാരത്തിൽ. അപ്പോൾ റമദാനിലെ 16ാമത്തെ ദിവസം മുതൽ, അതായത് ആദ്യത്തെ 15 ദിവസം കഴിഞ്ഞിട്ടുള്ള 15 ദിവസത്തിലുള്ള എല്ലാ വിത്റിലും എന്ത് ചെയ്യണം? കുനൂത്ത് ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതിയിരുന്നതായി ഹദീസിലുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് വരെ സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതിയിരുന്നതായി ഹദീസിലുണ്ട്. അപ്പോൾ പാഠം കുറച്ചേ പഠിക്കാനുള്ളൂ, പക്ഷേ ചോദ്യോത്തരം നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. റുക്കൂ എന്നാൽ എന്ത്? നമ്മൾ ആദ്യത്തെ വരിയിൽ പഠിച്ചു. എഴുത്തിദാൽ എന്നാൽ എന്ത്? നമ്മൾ എഴുത്തിദാലിൻ്റെ അവിടെയും പഠിച്ചു. അടുത്തത് റുക്കൂയിലെ സുന്നത്തുകൾ ഏതെല്ലാം? കണ്ടോ, ഒരു 3 സുന്നത്തുകൾ പഠിക്കുക. ഏറ്റവും ചുരുങ്ങിയ 3 സുന്നത്ത് എന്തൊക്കെ നമ്മൾ പഠിച്ചത്? റുക്കൂയിൽ മുതുകും പിരടിയും സമമാക്കുക, മുൻകൈ കൊണ്ട് കാൽ മുട്ട് പിടിക്കുക, പിന്നെ സുബ്ഹാന റബ്ബിയൽ അദീം അബി, അത് എളുപ്പമുള്ള പഠിച്ചാൽ മതി. സുബ്ഹാന റബ്ബിയൽ അദീം അബിഹംദി ചൊല്ലുക, 3 പ്രാവശ്യം ചൊല്ലുക. അടുത്തത് റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ എന്ത് ചൊല്ലണം? അത് വളരെ സിമ്പിളാണ്. സമീഅ അല്ലാഹു ലിമൻ ഹമിദ. കണ്ട, പൂർത്തിയാക്കാൻ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട്. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാതി സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. അടുത്തത് ഓർമ്മിക്കാം, അതായത് കുനൂത്താണ്. ഒരു പക്ഷേ കുനൂത്ത് പരീക്ഷയ്ക്ക് വന്നേക്കാം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ല. എന്താ ഇവിടെയൊക്കെ നമ്പർ ഇട്ടിക്കണേ? ഈ നമ്പർ ഇട്ടിക്കണം, അപ്പുറത്ത് അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് എന്താ അതിൻ്റെ അർത്ഥം?
അള്ളാഹുവെ നീ സന്മാർഗത്തിലാക്കിയവരോടൊപ്പം എന്നെയും നീ സന്മാർഗത്തിലാക്കണമേ. അതാണ് അള്ളാഹു മഹ്ദിനി ഫിമൻ ഹദൈത്ത്. അപ്പോൾ ഇത് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും കാണാതെ കിട്ടുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം എന്നാണ് എൻ്റെ ഓർമ്മ, പിന്നെ കഴിഞ്ഞ വർഷം സിലബസ് മാറ്റമുണ്ട്. എന്നിരുന്നാലും 3-ാം ക്ലാസ്സിൽ കുനൂത്ത് ചോദിച്ചിരുന്നു. കുനൂത്തിൻ്റെ മീനിങ്, അർത്ഥം ചോദിച്ചിരുന്നു. 4-ാം ക്ലാസ്സിൽ ചോദിക്കുമോ എന്നറിയില്ല, ഏതായാലും നമുക്ക് കണ്ടറിയാം. ഏതായാലും കുനൂത്ത് എല്ലാവർക്കും കിട്ടുമല്ലോ അല്ലേ? കുനൂത്ത് എല്ലാവരും പഠിക്കുക, അർത്ഥം കഴിയുന്നവർ പഠിക്കുക. ഞാൻ നിർബന്ധമായിട്ട് പഠിക്കണമെന്ന് പറയില്ല, കഴിയുന്നവർ പഠിക്കുക. പിന്നെ ഭാഗ്യം പോലെ ഉണ്ടാവും, ഒരു പക്ഷേ പരീക്ഷയ്ക്ക് അർത്ഥം വന്നേക്കാം, അല്ലെങ്കിൽ അർത്ഥം വരാത്ത ചോദ്യം ഉണ്ടാവാം. ഏതായാലും ഇവിടെ ഓർമ്മിക്കാം എന്ന് പറഞ്ഞിട്ട് നേരത്തെ പഠിച്ചതാണ് കുനൂത്ത്, അത് തന്നതാണ്. അപ്പോൾ ഏതായാലും ഇവിടെ അർത്ഥങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വൃത്തിയിൽ വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അർത്ഥം നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ നമ്പർ നോക്കിയിട്ട് പഠിക്കണം. കാരണം അർത്ഥം വരാൻ സാധ്യത ഒന്ന് കാണുന്നുണ്ട്. ഇനി നിങ്ങളെ ഭാഗ്യം പോലെ അള്ളാഹു എല്ലാവർക്കും നല്ല പൂർണ്ണമായ വിജയം നൽകുമാറാവട്ടെ. അടുത്ത് ഒരു ഹദീസ് മനപ്പാടം, ഇത് പഠിക്കണം കേട്ടോ, ഇതെന്തായാലും പൂരിപ്പിക്കാൻ വരും. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ സാല യഖ്നുതു ഫിൽ ഫജ്രി ഹത്താ ഫാറഖ ദുനിയാ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നിസ്കാരത്തിൽ ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് വരെ, അഥവാ മരിക്കുന്നത് വരെ കുനൂത്ത് ഓതിയിരുന്നു. നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അറബിയാണിത്. മാസാല യഖ്നുതു ഫിൽ ഫജ്രി ഹത്താ ഫാറഖ ദുനിയ. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക കേട്ടോ, അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മൾ 11 പാഠത്തിൻ്റെയും റിവിഷൻ പല വീഡിയോകളിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, തീർത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ വിജയം. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. ഫിഖ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിലാക്കി പഠിക്കണം. പിന്നെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് പൂർണ്ണമായി നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നന്നാക്കി ഉഷാറാക്കാം. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.